ഓഫീസ് പോളിറ്റിക്സ് ഒക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ആളല്ലേ ചേച്ചി? ഒന്ന് പറഞ്ഞു തരുമോ അതിനെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന്? ഒരു ടിപ്പ് പറയട്ടെ, പറ്റിപ്പോയ അബദ്ധവും പറയാം, ആ ടിപ്പും പറയാം. എൻ്റെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ലാഡറിൽ കയറി പോകുന്നെങ്കിൽ ഒരു ബോസിൻ്റെ ആശീർവാദം കൂടിയേ തീരൂ എന്നുള്ള ആ സത്യം ആദ്യം തന്നെ പറഞ്ഞുറപ്പിക്കുക മനസ്സിൽ. ബോസിനേക്കാൾ സ്മാർട്ടാകാൻ ശ്രമിക്കാതിരിക്കുക. ബോസ് ഇൻ ദ സെൻസ് ലൈൻ മാനേജറെയാണ് അധികവും നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അവരെ ഒരിക്കലും അവരെക്കാളും സ്മാർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് ഇവരെ ബൈപ്പാസ് ചെയ്ത് പോകാതിരിക്കുക. കാരണം ഇവർ മൂലമായിട്ട് മാത്രമാണ് നമുക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ കണ്ട് ഈ സൂപ്പർ ബോസസ് നമ്മളെ അക്നോളജ് ചെയ്യൊന്നുമില്ല. അവർ ചിലപ്പോൾ പൊളിറ്റിക്സ് കളിച്ചെന്നിരിക്കും. എന്തിന്? ഈ രണ്ടുപേരെയും തമ്മിൽ അടിച്ചാൽ ഈ ടീം കുറച്ച് വീക്കറായിട്ട് അവർക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അക്കൊലൈഡ്സ് ഒക്കെ നിങ്ങൾ തനിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്താതിരിക്കുക. യു ഹാവ് ടു ജസ്റ്റ് പുട്ട് യുവർ ബോസ്, ഇമ്മീഡിയറ്റ് ബോസ് ഇൻ ലൂപ്പ് ആൻഡ് സേ ഇവരുടെയും കൂടി ഒരു ഇൻപുട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത് നന്നായിട്ട് എന്ന് അങ്ങോട്ട് പറഞ്ഞോളാം. എനിക്ക് പറ്റിയത് ഞാൻ പറയാം. ഇവർ ലീവിൽ പോയപ്പോൾ, എൻ്റെ ലൈൻ മാനേജർ ലീവിന് പോയപ്പോൾ അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പോർട്ട്ഫോളിയോ എന്നിലേക്ക് വന്ന് ചേർന്നു ബിക്കോസ് ഓഫ് അവരുടെ അൺഅവൈലബിലിറ്റി. അപ്പോൾ ഞാനത് വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തു. പക്ഷേ ഇതിൽ എൻ്റെ കുഴപ്പമില്ല. ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പം കിട്ടിയ മറ്റേ സ്റ്റേക്ക് ഹോൾഡർ എന്ത് ചെയ്തു, ദേ റോട്ട് എ നൈസ് ബ്യൂട്ടിഫുൾ മെയിൽ മാർക്കിംഗ് ദിസ് പെർട്ടിക്കുലർ ലൈൻ മാനേജർ ആൻഡ് സൂപ്പർ ബോസ്. എന്ത് പറഞ്ഞിട്ട്? നന്നായി ചെയ്തിരുന്നു. പ്രീവിയസ് ടൈംസിലെല്ലാം ഞങ്ങൾ സീക്ക് ചെയ്തിരുന്ന ആ ഒരു അസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം ആകെയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു വിട്ടു. എന്തായി? അതുകൊണ്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. 2 വർഷത്തിനകം ജോലി മാറേണ്ടി 2 മാസത്തിനകം ജോലി മാറേണ്ട സിറ്റുവേഷൻ വന്നു പോയി. അതുകൊണ്ട് കുട്ടികൾ കേൾക്കുന്നവർ ഒരിക്കലും ഈ ലൈൻ മാനേജറിൻ്റെ ഈഗോയ്ക്ക് പോയി ഇരയാകരുത് കേട്ടോ. അതിനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. പുട്ട് ദം ഇൻ ലൂപ്പ് ആൻഡ് ഇവർ കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്, അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് ബൂസ്റ്റപ്പ് ചെയ്ത് അവരെ പൊക്കി നിർത്തുക കേട്ടോ. ഇത് അത്യാവശ്യമാണ്, സർവൈവ് ചെയ്യണ്ടേ.